Assalamualaikum dear friends and once again welcome back to Arif Home Cooking and Vlogs. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കല്ലുപ്പിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ്. 10ഓളം ഉപയോഗങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ ചില സമയത്തെങ്കിലും ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബാഡ് സ്മെല്ല് മാറ്റാനും അതിനുള്ളിലെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവാതിരിക്കാനുമായിട്ട് നമ്മൾ കാണിക്കുന്നൊരു ടിപ്പാണിത്. നമ്മുടെ മക്കളുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തതിന് ശേഷം ഇതിൻ്റെ ലിഡ് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്കാക്കി കൊടുക്കുക. ഈ ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന വരെ നമുക്ക് ഇതൊന്ന് കുലുക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇത് ഒഴിച്ച് കളയാം. ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ 1-2 പ്രാവശ്യം കൂടി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുപ്പിയിലെ ബാഡ് സ്മെല്ല് മാറ്റാനും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 2, നമ്മുടെ വീടുകളിലെ മിക്സിയൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ആ മിക്സിയുടെ ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് കുറച്ചെങ്കിലും അഴുക്കുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ ഏകദേശം പോയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ടതിന് ശേഷം ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മിക്സിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ പോയിട്ട് നല്ല ബ്ലേഡൊക്കെ നല്ല മൂർച്ചയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിതാ അല്പം കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആ മുട്ട കേടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു സൂത്രം ചെയ്തു നോക്കാവുന്നതാണ്. മുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീഞ്ഞ മുട്ടയാണെങ്കിൽ അല്ലെങ്കിൽ കേടായ മുട്ടയാണെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ മുട്ട പൊങ്ങി നിൽക്കുന്നതാണ്. നല്ല മുട്ടയാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2 മുട്ടയും വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുട്ടകൾ 2ഉം നല്ല മുട്ടയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷൊക്കെ ഇല്ലേ, അപ്പോൾ ആ പുതിയ ബ്രഷൊക്കെ ആണെങ്കിൽ 3-4 ബ്രഷൊക്കെ എത്ര ബ്രഷ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് എടുക്കാവുന്നതാണ്. ഇല്ല നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഷ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അണുക്കളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു പുതിയ ബ്രഷാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതായി ഒരു വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബ്രഷിൻ്റെ ഉള്ളിൽ ഒരു അണുക്കളും ഉണ്ടാകുന്നതല്ല. ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും ഞാനൊരു ഈ പാത്രത്തിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് വെള്ളവും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തു.
വെള്ളത്തിലേക്ക് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ, സ്പോഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. രാത്രി സമയത്ത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. രാത്രി സമയം ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെ ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെയും ഒരുപാട് അണുക്കളൊക്കെ ഉള്ളതാണ് ഈ ഒരു സ്പോഞ്ചിലുമൊക്കെ. അപ്പോൾ ഇതും നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ മുന്തിരി, ആപ്പിൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സുകൾ നന്നായിട്ട് എത്ര വാഷ് ചെയ്തെടുത്താലും അതിൽ കുറച്ചെങ്കിലും അണുക്കളൊക്കെ ബാക്കിയുണ്ടാവും. അപ്പം അത് നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഉപ്പൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഉപ്പ് നന്നായിട്ട് അലിയിക്കുക. അലിയിച്ചതിന് ശേഷം ഈ ഫ്രൂട്ട്സ് മുന്തിരി ആയാലും ആപ്പിൾ ആയാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഒക്കെ നമുക്കിതൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ടോയ്ലറ്റുകളിലെ ക്ലോസറ്റിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മൾ ആ തറയിലും ഒക്കെയുള്ള അണുക്കൾ നശിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഉപ്പ് വെള്ളം കലക്കി ഉരച്ച് കഴുകാവുന്നതാണ്. ഇതൊന്നും കൂടാതെ തന്നെ ഉപ്പ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സ്കിന്നിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ഉപ്പ് വളരെ നല്ലതാണ്. അതായത് കല്ലുപ്പിൻ്റെ തരികൾ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുന്നത് ശരീരത്തിലെ മൃതകോശങ്ങളെ അകറ്റുവാൻ സഹായിക്കുന്നു. എണ്ണയ്ക്ക് മുകളിലെ തീ ഇല്ലാതാക്കുവാനും ഗ്രീസോ ഓയിലോ എന്തുമാവട്ടെ അതിൻ്റെ മേലെ തീ പിടിക്കുകയാണെങ്കിൽ അല്പം ഉപ്പ് വിതറിക്കൊടുത്താൽ തീ പെട്ടെന്ന് അണയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടടങ്ങളിലെ വീങ്ങൽ ഇല്ലാതാക്കുവാനായിട്ട് ഇളം ചൂടുള്ള 1 കപ്പ് വെള്ളത്തിൽ 1.5 ടീസ്പൂണ് ഉപ്പിട്ട് അതിൽ തുണി മുക്കി ചൂട് വെച്ചാൽ കണ്ടടത്തിലെ വീക്കങ്ങളും തടുപ്പുമൊക്കെ മാറിക്കിട്ടും. പല്ലുകൾക്ക് വെണ്മയേകുവാനും ഉപ്പ് വളരെ നല്ലതാണ്. 1 നുള്ളു ഉപ്പും 2 നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് നമ്മുടെ പല്ല് വൃത്തിയാക്കിയാൽ നല്ല ഒരു വെളുപ്പ് നിറം നമുക്ക് ലഭിക്കും. ആപ്പിള്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ സാധനങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ അവ കറക്കാതിരിക്കാൻ ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും. അതുപോലെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് വൃത്തിയാക്കുവാനും ഫ്രിഡ്ജിലെ ഡ്രേകളും തട്ടുകളും ഒക്കെ വൃത്തിയാക്കുവാനും ഉപ്പ് വിതറിയ തുണി കൊണ്ട് വൃത്തിയാക്കി കൊടുത്താൽ മതി. നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കുന്ന കൃത്രിമ പൂക്കൾ വൃത്തിയാക്കുവാനും ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ വൃത്തിയാക്കാനായിട്ടും ഉപ്പ് ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിൽ തേനീച്ചയുടെ കുത്തേറ്റാൽ അവിടെ അല്പം ഉപ്പ് വിതറി കൊടുക്കുന്നത് വേദനയ്ക്ക് വേഗം ശമനം ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പറഞ്ഞ ഉപ്പിൻ്റെ ടിപ്സുകളിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.